2024 വിട പറയാൻ ഒരുങ്ങുകയാണ്. പുതിയ പ്രതീക്ഷകളുമായി പുത്തൻ വർഷം സമാഗതമാകുന്നു. ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മനോഹര നിമിഷങ്ങൾ നൽകിയാണ് ഈ വർഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുന്നേറിയത്. ICC T20 ലോകകപ്പിൽ ഇന്ത്യ കപ്പുയർത്തിയത് ആരാധകർക്ക് മറക്കാനാവാത്ത നേട്ടം. പല വമ്പൻ നേട്ടങ്ങളും ഈ വർഷം ഇന്ത്യ നേടിയെടുത്തപ്പോൾ ചില താരങ്ങളെ സംബന്ധിച്ചും ഇത് സുവർണ വർഷമായിരുന്നു. ഇത്തരത്തിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ സഞ്ജു സാംസൺ. മലയാളി താരം ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ വർഷമാണ് 2024. ഈ വർഷത്തെ സഞ്ജുവിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് പ്രധാന ആഗ്രഹം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ അഭിമാനം തന്നെയാണ് സഞ്ജു സാംസൺ. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു സമീപകാലത്തായി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതിവേഗം റൺസ് ഉയർത്തുന്ന താരം ഈ വർഷം 3 സെഞ്ചുറികളാണ് T20 ഫോർമാറ്റിൽ നേടിയിട്ടുള്ളത്. ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണറായി സഞ്ജു സീറ്റ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. IPL-ൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസണ് വലിയ ആരാധക പിന്തുണയും ഇപ്പോൾ കിട്ടുന്നുണ്ട്. 2024 സഞ്ജുവിന്റെ ഭാഗ്യവർഷമാണ്. നേടിയെടുത്തത് ചരിത്രമായ റെക്കോർഡുകളുമാണ്. ഇന്ത്യയുടെ T20 ലോകകപ്പ് കിരീടത്തിലടക്കം ഭാഗമായുള്ള സഞ്ജുവിന് മുന്നിൽ ഇനിയും വലിയ കരിയർ ബാക്കിയുണ്ട്. ഇതേ ഫോം നിലനിർത്തിയാൽ ഇന്ത്യയുടെ പരിമിത ഓവർ ടീമിനൊപ്പം നിർണായക കുതിപ്പ് നടത്താൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ കരിയർ ഇത്രയധികം മുന്നോട്ട് പോയിട്ടും സഞ്ജു സാംസന്റെ ക്രിക്കറ്റിലെ വലിയ സ്വപ്നം ഇതുവരെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. സഞ്ജു ഒരിക്കൽ ഇത് വെളിപ്പെടുത്തിയിരുന്നു. ഇത് എന്താണ് എന്നൊന്ന് നോക്കാം. ടെസ്റ്റ് ജേഴ്സിയാണ് വലിയ ഇന്ത്യൻ സ്വപ്നം. ഇന്ത്യൻ ജേഴ്സിയിലേക്ക് എത്തുമ്പോൾ തന്നെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്ന സ്വപ്നം ലോകകപ്പ് കിരീടമോ സെഞ്ചുറിയോ ആയിരുന്നില്ല. സഞ്ജുവിന്റെ ആഗ്രഹം ടെസ്റ്റ് കളിക്കുക എന്നതായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ സഞ്ജു മികച്ച പ്രകടനമാണ് നടത്തിയതെങ്കിലും ഇതുവരെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് എത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പരിശീലകനായ ഗൗതം ഗംഭീറും ടെസ്റ്റ് നായകനായ രോഹിത് ശർമ്മയും സഞ്ജുവിനെ ടെസ്റ്റിലേക്ക് പരിഗണിച്ചിരുന്നു. പരിഗണിച്ചാൽ താൻ മിന്നുമെന്ന് തന്നെയാണ് സഞ്ജു സാംസൺ വെളിപ്പെടുത്തിയതും. എന്നാൽ ഇതുവരെ ഈ വിളി സഞ്ജുവിന് എത്തിയിട്ടുമില്ല. ഇന്ത്യയുടെ ടെസ്റ്റ് ജേഴ്സി എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് വലിയ സ്വപ്നമായി തുടരുകയാണ്. ഋഷഭ് പന്തും ധ്രുവ് ജുറേലുമാണ് നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ഇതിനെ മറികടന്ന് സഞ്ജു സാംസണ് ടെസ്റ്റിലേക്ക് വിളി എത്തുമോ എന്നത് കാത്തിരുന്നു തന്നെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇതിന് സാധ്യത വിരളമാണ്. സഞ്ജു സാംസണ് മുന്നിൽ ഇനിയുള്ളത് ഇംഗ്ലണ്ട് പരമ്പരയാണ്. ഇന്ത്യയിൽ നടക്കുന്ന പരമ്പരയിൽ T20 ടീമിൽ സഞ്ജു സാംസണ് സീറ്റ് ഉറപ്പാണ്. ടെസ്റ്റ് ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഋഷഭ് പന്തിന് വിശ്രമം അനുവദിച്ചാൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കും. സമീപകാലത്തെ സഞ്ജുവിന്റെ ഫോം ഗംഭീരമാണ്. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ പ്രതീക്ഷക്കൊത്ത പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല. വിരമിക്കുന്നതിന് മുൻപ് ടെസ്റ്റ് കളിക്കുകയെന്ന സഞ്ജുവിന്റെ മോഹം നടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് ഇതേ പ്രകടനം തുടരാനായാൽ ടെസ്റ്റിലേക്ക് വിളിയെത്താനും സാധ്യതയുണ്ട്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ളതോടൊപ്പം പിടിച്ചു നിന്ന് കളിക്കാനും സഞ്ജു സാംസണ് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഗംഭീർ അവസരം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 2024 സഞ്ജു മിന്നിച്ച വർഷം തന്നെയാണ്. സഞ്ജു സാംസൺ ആരാധകരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വർഷം കൂടിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. നിരവധി റെക്കോർഡുകൾ കൂടി അദ്ദേഹം ഈ വർഷം നേടിയിട്ടുണ്ട്. T20 ലോകകപ്പ് കിരീടം നേടുന്ന ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുന്ന 2ാമത്തെ മലയാളിയായി സഞ്ജു മാറി. ഒരു കലണ്ടർ വർഷം 3 T20 സെഞ്ചുറി നേടുന്ന ഏക താരമാണ് സഞ്ജു. T20-ൽ 2 തുടർ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യക്കാരനും സഞ്ജു തന്നെ. ഇത്തരത്തിൽ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള സഞ്ജുവിന് ഈ വർഷം 3 സെഞ്ചുറികളാണ് T20 ഫോർമാറ്റിൽ സഞ്ജു സാംസൺ നേടിയത്. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറിയോടെ തുടങ്ങിയ സഞ്ജു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറികളും നേടി. ഇതോടെ 3 സെഞ്ചുറികൾ ഈ വർഷം നേടി. ഗൗതം ഗംഭീർ പരിശീലകനായപ്പോൾ സഞ്ജുവിന് ഓപ്പണർ റോൾ നൽകി. ഇതുമുതലാണ് സഞ്ജു ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയത്. ഇന്ത്യയുടെ 2020 ക്രിക്കറ്റിന്റെ ചരിത്രം നോക്കുമ്പോൾ നിരവധി വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരായ വിക്കറ്റ് കീപ്പർമാരെ കാണാനാകും. MS ധോണി, ദിനേശ് കാർത്തിക്, ഋഷഭ് പന്ത് തുടങ്ങിയ പലരും
എല്ലാവരും ഇന്ത്യക്കായി 2020-ൽ ശോഭിച്ച വിക്കറ്റ് കീപ്പർമാരാണ്. എന്നാൽ ഇന്ത്യക്കായി 2020-ൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സഞ്ജുവിന് മാത്രം സ്വന്തം. ധോണിക്ക് പോലും സാധിക്കാത്ത നേട്ടമാണ് മലയാളി താരം സ്വന്തമാക്കിയത്. ബംഗ്ലാദേശിനെതിരായ മൂന്നാം 2020-ലെ സഞ്ജുവിന്റെ സെഞ്ചുറി പ്രകടനത്തിനു ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം 2020-ലും സഞ്ജു സെഞ്ചുറി നേടി. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലൂടെ സഞ്ജുവിനൊപ്പം തിലക് വർമ്മയും ഈ റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. എന്തായാലും അഭിമാന നേട്ടങ്ങളാണ് സഞ്ജു ഈ വർഷം സ്വന്തമാക്കിയത്. ഇതൊന്നും പെട്ടെന്ന് ആർക്കും തകർക്കാൻ കഴിയാത്തതുമാണ്.